പാലക്കാട് ജില്ലയെ പൈതൃക ജില്ലയായി പ്രഖ്യാപിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആനിക്കോട് അഞ്ചുമൂർത്തി സന്ദീപനി സാധനാലയ ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ ട്രസ്റ്റ് അമൃതം ഭാഗവത മഹോത്സവം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഏപ്രിൽ 1 മുതൽ 8 വരെ അഞ്ചുമൂർത്തി ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന ഭാഗവത മഹോത്സവത്തിന് സ്വാമി ഉദിത് ചൈതന്യ ആചാര്യനാവുമെന്ന് ഫൗണ്ടർ ട്രസ്റ്റി ഡോക്ടർ ശ്യാമപ്രസാദ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പൈതൃക സാംസ്കാരിക മണ്ഡലത്തിൽ കർമ്മനിരതരായിരുന്ന മഹാരഥന്മാരെ സമൂഹത്തിന് പരിചയപ്പെടുത്തും വിധമാണ് ഭാഗവത മഹോത്സവത്തിന്റെ ഓരോ ദിനവും ക്രമീകരിച്ചിരിക്കുന്നത്. ജനപ്രതിനിധികൾ, കർഷകർ, വ്യവസായികൾ എന്നിവരെ ഓരോ ദിനവും ആദരിക്കും. സോപാനം, സഹസ്രനാമം, പ്രഭാഷണങ്ങൾ, സാംസ്കാരിക സംഗമം തുടങ്ങി വിവിധ പരിപാടികൾ ഭാഗവത മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കും. ആയുർവേദം, കൃഷി, വിദ്യാഭ്യാസം, ഗണിതം, ജ്യോതിഷം, സംഗീതം, ഭരണം, രാഷ്ട്രീയം തുടങ്ങിയ എല്ലാ മേഖലകളിലും പാലക്കാടിന്റെ വ്യക്തിമുദ്ര പതിഞ്ഞിട്ടുണ്ട്. നാടൻ കലാരൂപങ്ങൾ മുതൽ ആനപ്പാപ്പാൻ വരെ പാലക്കാടിന്റെ പൈതൃകമാണ്. ഭാരതപ്പുഴ പാലക്കാടിന്റെ ഭാരതത്തിന്റെയും പൈതൃകമാണ്. ഇവയെല്ലാം ചൂണ്ടിക്കാട്ടി പാലക്കാടിനെ പൈതൃക ജില്ലയാക്കണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. പാലക്കാടിന്റെ തനതടയാളങ്ങൾ വരും തലമുറയ്ക്ക് കൈമാറാൻ കഴിയുന്ന പൈതൃകവും വ്യക്തിപരവുമായതും ഭൂമിശാസ്ത്രപരവുമായ കാര്യങ്ങൾ അടയാളപ്പെടുത്തി പാലക്കാടിനെ പൈതൃക ജില്ലയായി പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്ന് ശ്യാമപ്രസാദ് ആവശ്യപ്പെട്ടു. പാലക്കാടിന്റെ ഒരു പൈതൃക ഗ്രാമവും പൈതൃക ജില്ലയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ 2017 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ പരിപാടിയുമായിട്ട് ഏപ്രിൽ 1-ാം തീയതി എല്ലാ വർഷങ്ങളിലും ആധ്യാത്മിക ദിനമായിട്ട് ആചരിക്കാറുണ്ട്. അപ്പോൾ ഈ വർഷം ഏപ്രിൽ 1 ആധ്യാത്മിക ദിനത്തോടുകൂടി പാലക്കാടിന്റെ പൈതൃകത്തെ ഉയർത്തിക്കൊണ്ടുവരാനും ഒരു അമൃതം ഭാഗവത മഹോത്സവം എന്നുള്ള പേരിൽ ഭാഗവത സപ്താഹം നടത്തുവാനും ആഗ്രഹിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കാം. അപ്പം അതിൽ സംഭവിച്ച സ്വാമി ഉദിത് ചൈതന്യജിയാണ് അതിന്റെ യജ്ഞത്തിന്റെ ആചാര്യനായിട്ട് ഉണ്ടാവുക. പി കെ സുന്ദരൻ, എ കലാധരൻ, ബബിത ദാമോദരൻ, കെ അമ്പിളി, കെ അന്നലക്ഷ്മി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.